അത്യാവശ്യത്തിന് പറമ്പുണ്ടല്ലോ കൊച്ചേ, എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്തൂടെ എന്ന് എൻ്റെ അവബോധ മനസ്സൊരു നട്ടിച്ച നേരത്തെ എന്നോട് ചോദിച്ചപ്പോൾ നെക്സ്റ്റ് മൊമെൻറ്റ് തന്നെ കിട്ടിയവനെ വിളിച്ചുകൊണ്ട് തൊട്ടടുത്തുള്ള കടയിൽ പോയി കിട്ടാവുന്ന തൈകളൊക്കെ മേടിച്ചുകൊണ്ട് ഞാൻ പോകുന്നു. അതിൽ തന്നെ ഹടാതാ കൃഷി ചെയ്ത് ഈ പൊട്ടുവെള്ളരിയുടെ തൈകളാണ്. കാരണം പൊട്ടുവെള്ളരി അതെന്നും എനിക്കൊരു വീക്ക്നെസ് ആയിരുന്നു. കഴിച്ചവർക്കറിയാം ഭാര ടേസ്റ്റാണേ. മേടിച്ചുകൊണ്ട് വന്ന് 2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഇലയും പൂവും ഇലയും കായും കാണാൻ പറ്റാത്ത രീതിയിൽ സാധനത്തിലങ്ങോട്ട് നിറച്ച് പൂവാ വിരിഞ്ഞു. എന്തുട്ടായിരുന്നു ഒരു ഭംഗി. പക്ഷേ എല്ലാം മൺപൂക്കളായിരുന്നു, ഒരൊറ്റ പെൺപൂവുണ്ടായിരുന്നില്ല. ഒരു ദിവസം ദാണ്ടെ നോക്കുമ്പോൾ അതിൻ്റെ ഇടയിലൊരു കായ. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് ഫോട്ടോഷൂട്ടിൻ്റെ ദിവസങ്ങളായിരുന്നു. തൊട്ട് പിന്നാലെ ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ 2-3 ദിവസം ഉത്സവം, അത് കഴിഞ്ഞപ്പോൾ 3-4 കല്യാണം, എല്ലാം കൂടി ആയിപ്പോൾ എനിക്ക് പിന്നീട് ഫോട്ടോ എടുക്കാനുള്ള നേരം കിട്ടിയില്ല. അതിൻ്റെ ഇടയിലാണെങ്കിലോ എൻ്റെ നീളത്തിലുള്ള കായ ഉരുണ്ട് ഒരു ബോൾ പോലെയായി. അതിൻ്റെ ഫോട്ടോ ആണെങ്കിൽ ഞാൻ എടുത്ത് വെച്ചുമില്ല. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു മഞ്ഞ കളറാവണ പോലെയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. ഇന്ന് കാലത്ത് ഞാൻ ചെന്ന് നോക്കിയപ്പോൾ വെള്ളരി പൊട്ടിയിരിക്കുകയാണ് ഗൈസ്. നമുക്കതിന് പൊട്ടിച്ച് കൊണ്ടുപോകാം. പറ്റിയെന്നറിയില്ല. കായ തീരെ ചെറുതായിരുന്നു. എൻ്റെ ഉള്ളംകൈയുടെ ഉള്ളിലിരിക്കാനുള്ള വലുപ്പം മാത്രമേ അതിനുണ്ടായിരുന്നുള്ളൂ. സാധാരണ ഇത് നല്ല നീളത്തിൽ വരുന്ന സാധനമാണ്. പറയാൻ പറ്റില്ല, ചിലപ്പോൾ അടുത്ത കായ പിടിക്കുന്നത് നല്ല നീളത്തിൽ പോയാലോ. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു കായം കൂടി ഉണ്ടായിരുന്നു. അത് പക്ഷേ ഈ ഒരെണ്ണം വലുതായപ്പോൾ അത് നശിച്ചു പോയി. എന്തായാലും നമുക്കത് കൊണ്ടുപോയി ഒരു ജ്യൂസ് അടിച്ച് കുടിക്കാം. ചെറുതാണ്, സാരില്ല, ഇനി കായ ഉണ്ടാവും.